അറിവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏജ് ലിമിറ്റ് വ്യത്യാസമുള്ള ധാരാളം തസ്തികകളിൽ 338 ഒഴിവുകളാണ് മിൽമയിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 18 to 40 ആണ്. OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 190ഓളം ഒഴിവുകൾ പ്ലാന്റ് അസിസ്റ്റന്റ് തസ്തികകളിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ ധാരാളം ഒഴിവുകൾ 338ഓളം ഒഴിവുകൾ പല യോഗ്യതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് അസിസ്റ്റന്റ് തസ്തികയിലാണെങ്കിൽ ശമ്പളം 23,000 56,240 ആണ് ശമ്പള സ്കെയിൽ വരുന്നത്. അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. അതിന്റെ ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു തസ്തികയാണ്. അതുപോലെ തന്നെ ധാരാളം വേറെ തസ്തികകൾ, അതായത് ജൂനിയർ സൂപ്പർവൈസർ, അസിസ്റ്റന്റ് ഡയറി ഓഫീസർ, അതുപോലെ ജൂനിയർ അസിസ്റ്റന്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 2, അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസർ, അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ, സിസ്റ്റം സൂപ്പർവൈസർ, അതുപോലെ സെക്രട്ടറിയൽ അസിസ്റ്റന്റ്, ഇങ്ങനെ ഇത്രയധികം ഒഴിവുകൾ തസ്തികകളിലേക്ക് ധാരാളം ഒഴിവുകൾ 338ഓളം ഒഴിവുകൾ, അത് തിരുവനന്തപുരം മേഖലയിലുമുണ്ട്, മലബാർ മേഖലയിലുമുണ്ട്. അപ്പോൾ ധാരാളം അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ തേടിയെത്തിയിട്ടുള്ളത്. ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ധാരാളം അവസരങ്ങളാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. എല്ലാ തസ്തികകളിലേക്കുമുള്ള പ്രായം എന്ന് പറയുന്നത് 2005 ജനുവരി 1 18 മുതൽ 40 വയസ്സ്. അതുപോലെ തന്നെ അപേക്ഷകര്, അതായത് ഒരിക്കൽ കൂടി പറയാം, അതിന്റെ ഏജ് ലിമിറ്റ് പറയാം, 1985 ജനുവരി 2 2007 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 3 വർഷത്തെയും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് ഓഫീസേഴ്സ് തസ്തികകളിലും അതുപോലെ നോൺ ഓഫീസേഴ്സ് തസ്തികകളിലും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷാ ഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഡീറ്റെയിൽസ് ഇവരുടെ തസ്തികയിൽ, മിൽമയുടെ ഇവരുടെ സൈറ്റിൽ ലഭ്യമാണ്. ഇതിന്റെ തെരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷയും സ്കിൽ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയോ ആവും അന്തിമമായി തെരഞ്ഞെടുപ്പ് നടത്തുക. അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ സൂപ്പർവൈസർ, പ്ലാന്റ് അസിസ്റ്റന്റ് എന്നിവ ഒഴികെയുള്ള മുഴുവൻ തസ്തികകൾക്കും എഴുത്തു പരീക്ഷയുടെ മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കും. അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ്, ജൂനിയർ സൂപ്പർവൈസർ തസ്തികകളിലേക്ക് ഇംഗ്ലീഷും മലയാളവും മാധ്യമമായിരിക്കും. അസിസ്റ്റന്റ് ഗ്രേഡ് 3 തസ്തികകളിലേക്കുള്ള എഴുത്തു പരീക്ഷ പൂർണ്ണമായും മലയാളത്തിൽ ആയിരിക്കും. എഴുത്തു പരീക്ഷയിൽ 50% മാർക്ക് നേടുന്നവർക്കാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുക. അതുപോലെ തന്നെ എല്ലാ തസ്തികകളിലും 50% ഒഴിവ് മിൽമ യൂണിറ്റുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ഷീര സഹകരണ സംഘങ്ങളുടെ സ്ഥിരം ജീവനക്കാർക്ക് നീക്കിവെച്ചിട്ടുള്ളതാണ്. കൂടാതെ ആപ്കോസിലെ അംഗങ്ങളായ ക്ഷീര കർഷകർക്കും അവരുടെ ആശ്രിതർക്കും 10% വെയിറ്റേജും അർഹതയുണ്ട്. ഈ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. മിൽമയുടെ മേഖലാ ഓഫീസുകളുടെ വെബ്സൈറ്റിൽ മുഖേന ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോയ്, ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 27 വൈകിട്ട് 5 മണിക്കാണ്. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് പറയാം. www.milma-input.com എന്ന സൈറ്റിലാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത്. അത് തിരുവനന്തപുരം മേഖലയാണ്. അതായത് തിരുവനന്തപുരം മേഖലയിൽ മിൽമ trcmpu.com, മലബാർ മേഖലയിൽ www.malabarmilma.com, അതായത് malabarmilma.com എന്ന സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മലബാർ മേഖലയിലുള്ള എല്ലാ ഒഴിവുകളെ കുറിച്ചും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം മേഖലയിലുള്ളവർക്ക് മിൽമ trcmpu.com എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാവുന്നതാണ്. ഏജ് ലിമിറ്റ് വ്യത്യാസമുള്ള എല്ലാ തസ്തികകളിലും ഈ മിൽമയുടെ ഒഴിവുകളിലെല്ലാം തന്നെ
ഏജ് ലിമിറ്റ് 18 to 40 ആണ് ജനറൽ കാറ്റഗറി. OBC-കാർക്ക് 43 വയസ്സ് വരെയും SC/ST-കാർക്ക് 45 വയസ്സ് വരെയും അപേക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള 140ഓളം ഒഴിവുകളുള്ള പ്ലാന്റ് അസിസ്റ്റന്റ് തസ്തികകളിലേക്ക് 10ാം ക്ലാസ് യോഗ്യതയോടുകൂടി എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുകൂടാതെ ഡിഗ്രിക്കാർക്കും അതുപോലെ തന്നെ മറ്റു യോഗ്യതകളുള്ളവർക്കൊക്കെ തന്നെ 338ഓളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ തസ്തികകളിലേക്കും അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റിയ പ്രായപരിധിയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോരുത്തരും കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നവംബർ 27 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.